നിങ്ങൾ തീരുമാനിക്കണം ഞാൻ ആരാവണം. എന്ത് തീരുമാനിക്കണം? ഞാൻ ആരാവണം. ചെറിയൊരു പണിയുള്ളൂ, എനിക്കത് ഉറപ്പാണ്. ഞാൻ നിങ്ങളെപ്പോലെ കുട്ടികളാവുന്ന സമയത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളെയാണ് രഘു, കുറ്റിപ്പുറത്തെ ഇക്ബാൽ, ഡോക്ടർ ഇക്ബാൽ ഒക്കെ. അന്ന് ഞങ്ങളിങ്ങനെ കുട്ടികളുമായിട്ട് പോയതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വലിയൊരു സംഭവം ചെയ്തില്ലേ, ബോർഡ് വെച്ചിട്ട് കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കുട്ടികൾ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത് അതിന്റെ ചുരുക്കൊരു വാക്കുമായ മുദ്രാവാക്യം പോലെ പറയുന്നത്. അത് ഉള്ളിൽ തട്ടി പറയണം. നിങ്ങൾ എവിടെ തട്ടി പറയണം? തട്ടി ഉള്ളിൽ തട്ടി കാര്യകാരണ ബോധത്തോടെ നാടിൻ പ്രശ്നം പഠിക്കുവാൻ, പുഴയുടെ പ്രശ്നം, മാമല വിഷയം പഠിക്കുവാൻ, കടലിൻ പ്രശ്നം പഠിക്കുവാൻ ഞങ്ങൾ മുന്നോട്ട് കാര്യകാരണ ബോധത്തോടെ പ്രശ്നം പഠിക്കുവാൻ, പരിഹാരങ്ങൾ വരുന്നു ഞങ്ങൾ മുന്നോട്ട്. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ ആകത്തുക. സ്കൂൾ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഉദ്ദേശിക്കുന്ന സാധനം അതാണ്. വളരെ കാര്യകാരണ ഗൗരവബോധത്തോടെ നാടിന്റെ പ്രശ്നം പഠിക്കാനും പരിഹാരം കണ്ടെത്താനും ഇനി മുതൽ കുട്ടികൾ തയ്യാറാകേണ്ടതുണ്ട്. ഒന്ന് പറഞ്ഞേ, തയ്യാറാകേണ്ടതുണ്ട്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ഇനി മുതൽ കുട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. കുട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. കുട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. അമീർ ഭാനി, അമീർ ജിബാനി, അമീർ ഭാനി, അമീർ ജിബാനി. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? ആരോ പിന്നെ ഇങ്ങനെ പറയണേ, നമ്മൾ അന്നെ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ മാഷ എന്ന് പറഞ്ഞിരുന്ന് പറഞ്ഞോ? അറിയാത്ത ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കാനാണ് പണി, ഉത്തരം പറയാൻ എളുപ്പം കൂട്ടണേ. ചോദ്യം ചോദിക്കാനാണ് പണി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അമീർ ബാനി, അമീർ ജിബാനി. അപ്പൊ എന്താ ഞാൻ തൊപ്പിയൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ പറഞ്ഞു എന്താണ് ചോദിക്കട്ടെ നിങ്ങള്? ഒന്നുകൂടി ഞാൻ പറയാം, അമീർ ബാനി, അമീർ ജിബാനി. അപ്പോൾ ചോദിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം. ചോദിക്കൂലേ? അമീർ ബാനി, ഇതിന്റെ അർത്ഥാണ് എന്റെ ജീവിതമാണ് അമീർ ജിബാനി, എന്റെ സന്ദേശം. മനസ്സിലായോ? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് കുറ്റിപ്പുറം പറഞ്ഞതാണോ? അല്ല കുട്ടിയെ, ആര് പറഞ്ഞതാ? ആരാ പറഞ്ഞത്? ആര് പറഞ്ഞത്? അതിന്റെ പേരെന്താ? സിദിന ദിക്ര. എന്റെ പേരെന്താ? സിദിന ദിക്ര സിന്ദാബാദ്, 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 സിദിന ദിക്ര സിന്ദാബാദ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വകണ്ട്. ഞാൻ പഠനക്കാട് നെഹ്റു കോളേജിൽ പോയിരുന്നു. നീലേശ്വരം പഠനക്കാട് നെഹ്റു കോളേജിൽ ഞാൻ പോയിട്ട് അവിടെ വിഷയം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അമീർ ബാനി, അമീർ ജിബാനി എൻ്റെ അർത്ഥം പറയാൻ ചോദിച്ചപ്പോൾ ഒന്ന് രണ്ടാൾ പറഞ്ഞ് സിനിമയുടെ പേരില്ല മാഷെ എന്നൊക്കെയാണ് ചോദിച്ചത്. സത്യം, ഞാൻ കാര്യമായിട്ട് പറയാം. വലിയ കോളേജാണ്, സംസ്കൃത കോളേജിലായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ, തിരൂർ യൂണിവേഴ്സിറ്റി, തുഞ്ചൻ യൂണിവേഴ്സിറ്റി, അതിൻ്റെ ചാൻസലറായിരുന്ന പിന്നെ മാഡത്തിന്, സുഷമ മാഡത്തിന്റെ അനിയനാണ് അവിടുത്തെ. അമീർ ബാനി, അമീർ ജിബാനി എന്ന് പറഞ്ഞപ്പോ ഇത് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ കുട്ടികളില് നല്ല ജൈവ ബോധമുണ്ട്. ഒന്ന് പറഞ്ഞേ, ജൈവ ബോധം, ജൈവ ബോധം, ജൈവ ബോധം. ജീവന്റെ അടിസ്ഥാനം ജൈവികതയാണ്. നിങ്ങൾ ജൈവികതയുള്ള കുട്ടികളാണ്. ഞങ്ങളോട് റിക്വസ്റ്റ് നടത്തട്ടെ, കൈ കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്. വല്ലാതെ കുരുത്തക്കൾ കാണിക്കുമ്പോൾ കൈ കെട്ടാൻ പറയും. കൈ കെട്ടണ്ട, ഇപ്പൊ കൈ ഫ്രീ ആക്കാം. കൈയോട് പലതും ചെയ്യാനുള്ള നമുക്ക് കൈ ഫ്രീ ആക്കില്ല. ക്ലാസ്സിന്റെ കൈ കെട്ടിക്കൊണ്ടിട്ടാ. എന്റെ ക്ലാസ്സിൽ കൈ ഫ്രീ ആക്കിയിട്ടുള്ളൂ. കാരണം കൈകളെ കൊണ്ട് പലതും പഠിക്കാണ്ട് കൈ ഫ്രീ ആയി കിടന്നുണ്ട്. അപ്പൊ ആ ചാരി ഇരിക്കാൻ പാടില്ല. ഇന്ദിരാ ചാരി ഇരിക്കൂല. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ കാണും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേട്ടിക്കണം. ഇന്ദിരാഗാന്ധി ചാരി ഇരിക്കും, നിങ്ങൾ അറ്റൻഷനിൽ ഇരിക്കുള്ളൂ.
എന്ത് ഉൾക്കൊള്ളാൻ റെഡിയായിട്ട് കണ്ണും ചിമ്മാതെ ഇങ്ങനെ വളരെ കറക്റ്റായിട്ട് എന്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ള രൂപത്തിലായിരിക്കുക. അതുപോലെ ഇരിക്കണം നമ്മൾ. അത് ചാരി ഇരിക്കരുത്. പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ബി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞേ. ബി പ്രിപ്പയർഡ്. തയ്യാർ തയ്യാർ തയ്യാർ. അത് നമ്മുടെ സ്കൂളിലെ സ്കൗട്ടിന്റെ മുദ്രാവാക്യം. നമ്മൾ കുറച്ച് ഞാൻ പഠിക്കും. ബി പ്രിപ്പയർഡ് എന്ന് പറയാം. 3 വട്ടം നമ്മൾ തയ്യാറാവേണ്ട ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ. അന്ന് വേടൻ പവൽ പ്രഭു എന്നോ പറഞ്ഞു 3 വട്ടം തയ്യാറാവണം. നമ്മൾ എത്ര വട്ടം തയ്യാറാവണം? ഉള്ളു തട്ടി പറയോ തയ്യാർ തയ്യാർ തയ്യാറ്. ഉള്ളു തട്ടണം. ഉള്ളു തട്ടി പറയണം തയ്യാർ തയ്യാർ തയ്യാർ. ഉള്ളു ഉള്ളം തട്ടാൽ അവിടെ നമ്മുടെ ജീവന്റെ താളം അവിടെ ഇങ്ങനെ അരയടിക്കുക. എന്നൊക്കെ 86 വരെ അടിക്കും. എനിക്കൊരു 72 വരെ കേട്ടോ. നല്ല സമയം സാക്ഷിയാക്കിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടതും പറയേണ്ടതൊക്കെ. ഈ മിടുക്ക് മനസ്സിലാക്കി. ഇതാണ് നമ്മുടെ ഹൃദയതാളം. എന്താണ് ഹൃദയതാളം? നിലച്ചാൽ ജീവതാളം നിലച്ചാൽ പിന്നെ എന്റെ ജീവിതം നിലച്ചുപോയി. ഇതൊരു യാഥാർത്ഥ്യം. ഇതിന്റെ കുട്ടികളോട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളൂ. കുട്ടികളോട് മരിച്ചാൽ അങ്ങനെ ഇതായി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഈ താളം നിലച്ചാൽ നമ്മളെന്താവും? മരിക്കും അല്ലേ? ഞാൻ സിന്താബ് വിളിക്കൂട്ടാ. ആരാ പറഞ്ഞ മരിക്കുന്നത്? എന്താ പേര്? സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. അതൊക്കെ യാഥാർത്ഥ്യം. വെറുതെ പറഞ്ഞല്ല. കണ്ണ് കണ്ടാലറിയാം നിങ്ങളുടെ കഴിവ്. നിങ്ങളുടെ കണ്ണൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് നല്ല ബോധ്യം. നിങ്ങൾ നാളെ മാറ്റിമറിക്കും. നമ്മുടെ ഭൂമുഖത്തെ മാറ്റിമറിക്കും. നമ്മളിപ്പോ ടീച്ചർ പറഞ്ഞത് സിന്ധു മേഡം പറഞ്ഞു, സിന്ധു നാരായണ ടീച്ചർ പറഞ്ഞു പോയല്ലോ. നമ്മൾ പലതും മാറ്റിമറിക്കുന്ന കാലത്താണ്. എന്താ വിഷയം? ആ ലഹരിയോ ഒന്ന് പറഞ്ഞേ. ആ ലഹരിയോ ഒരു മാലിന്യമാണ്. ഈ ഭൂമുഖത്ത് ജൈവഭാവമില്ലാത്ത എല്ലാ കൂട്ടുകളും നമ്മുടെ അമ്മയായ ഈ ഭൂമിക്ക് അരോചകമാണ്, മാലിന്യമാണ്, മലീമസമാണ്. തുടങ്ങുന്നത് ഈ ഭൂമിയാണ് നമ്മുടെ അമ്മക്ക് സമാനം. നിങ്ങൾ കേട്ടോ മണ്ണും പെണ്ണും വിണ്ണും ചെറുതല്ലാതെ? എന്നാ കേട്ടോളൂ. മണ്ണും പെണ്ണും വിണ്ണും ചെറുതല്ല കൂട്ടരേ. പെണ്ണും വിണ്ണും ചെറുതല്ല കൂട്ടരേ. ഇതാണ് കൂട്ടരെ ലോകത്തിലെ ഏറ്റവും വലിയ പാഠം. എന്താണ് ആ പാഠം? നിങ്ങൾ പഠിച്ചു. മണ്ണും പെണ്ണും വിണ്ണും. എന്താ വിണ്ണുകാരനെ? മിഷാല് മിഷാൽ മുനാഫ് സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. മിഷാൽ മുനാഫ് സിന്ദാബാദ്. മിഷാല് പറഞ്ഞു, മുനാഫ് പറഞ്ഞു. നിങ്ങളെ സ്കൂളിലെ മിഷാലും മുനാഫും സമ്മതിക്കാണ്. മണ്ണും പെണ്ണും വിണ്ണും എന്ന് പറഞ്ഞ ആകാശം അല്ലേ? ആകാശം ചെറുതല്ല. മണ്ണിലാണ് നമ്മളെ അന്നം. മണ്ണിലാണ് നമ്മുടെ അന്നം. അന്നമാണ് നമ്മുടെ ഉന്നം. അന്നമാണ് അല്ലേ? അന്നല്ല നമ്മുടെ ഉന്നം. ജീവിക്കാൻ വേണ്ട സാധനം അന്നം എന്ന് പറയാ അല്ലേ? അത് നമ്മുടെ ഉന്ന. അന്നമാണ്, മണ്ണിലാണ്, അന്നമാണ്